സോ NMR സ്പെക്ട്രോസ്കോപ്പി, ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കവർ ചെയ്യുന്നത് NMR സ്പെക്ട്രോസ്കോപ്പിയുടെ ഫിസിക്കൽ ആസ്പെക്ട്സ് ആണ്. എങ്ങനെ അവിടെ മാഗ്നറ്റിക് ഫീൽഡിൽ, അപ്പം ന്യൂക്ലിയർ മാഗ്നറ്റിക് റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥം എന്താണ്? ന്യൂക്ലിയസിൻ്റെ സ്പിന്നിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ റെസണൻസിലേക്ക് എത്തിച്ചിട്ട് എന്ത് നടത്തുന്നു? നമ്മൾ സ്പെക്ട്രം റെക്കോർഡ് ചെയ്യുന്നു. ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ അതാണ് NMR സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത്. ന്യൂക്ലിയയെ യൂട്ടിലൈസ് ചെയ്യുന്നതുകൊണ്ടാണ് ഇറ്റ്സ് കോൾഡ് ന്യൂക്ലിയർ. ഓക്കെ, എന്താണ് ഇവിടെ നടക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് NMR എന്താണ്? ഒരു ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നു? ട്രാൻസിഷൻസിനെ ഇൻഡ്യൂസ് ചെയ്യുന്നു ബിറ്റ്വീൻ സ്പിൻ ലെവൽസ് ഓഫ് എ ന്യൂക്ലിയസ്. ഒരു ഫിക്സ്ഡ് മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ ഓൾറെഡി ന്യൂക്ലിയയെ വെച്ചിട്ട് ഒരു ഓൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻഫ്ലുവൻസിൽ എന്ത് നടക്കുന്നു? ന്യൂക്ലിയസിൻ്റെ സ്പിൻ ലെവൽസിന് ട്രാൻസിഷൻസ് നടക്കുന്നു. അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? സ്പെക്ട്രം റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതാണ് നമ്മുടെ NMRൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ലൈക്ക് NMR ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഡിസ്കവർ ചെയ്യപ്പെടുന്നത് 1946 ആൻഡ് ഫസ്റ്റ് പവർഫുൾ ന്യൂക്ലിയർ സ്ട്രക്ചർ സ്റ്റഡി ചെയ്യാനായിട്ടൊരു പവർഫുൾ ടൂളാണ് എന്തെന്ന് പറയുന്നത് NMR എന്ന് പറയുന്നത്. അൺനോൺ മോളിക്യൂൾസിൻ്റെ സ്റ്റഡിക്ക് കൂടുതലും ഹെൽപ്ഫുൾ ആവുന്ന ഒരു സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്കാണ് ഈ NMR എന്ന് പറയുന്നത്. ആൻഡ് ഫസ്റ്റ് NMR സ്പെക്ട്രം എടുത്തത് എഥനോളിൻ്റെയാണ്, റെക്കോർഡ് ചെയ്തിരുന്നത് എഥനോളിൻ്റെയാണ്. സോ വാട്ട് ഈസ് എ ഫിസിക്കൽ ആസ്പെക്ട് ബിഹൈൻഡ്? അതാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ, ആ തിയറി എന്താണ്? ആറ്റമിക് ന്യൂക്ലിയയിൽ നമുക്കറിയാം പ്രോട്ടോൺസും ഉണ്ട്, ന്യൂട്രോൺസും ഉണ്ട്. ഇലക്ട്രോൺസിന് സ്പിൻ ഉള്ളതുപോലെ ESR സ്പെക്ട്രോസ്കോപ്പി നമ്മൾ കണ്ടിരുന്നു, ഇലക്ട്രോൺ സ്പിൻ റെസൊണൻസ് സ്പെക്ട്രോസ്കോപ്പി. ഇൻ ദാറ്റ് എന്താണ്? ഇലക്ട്രോൺസിൻ്റെ സ്പിന്നിനെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസിഷൻസ് ഇൻഡ്യൂസ് ചെയ്ത് സ്പെക്ട്രം റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് ലൈക്ക് ഇലക്ട്രോൺ, പ്രോട്ടോൺ ആൻഡ് ന്യൂട്രോൺ ഓൾസോ ഹാവ് ദെയർ സ്പിൻ. ഓക്കെ, പ്രോട്ടോൺസിനും ന്യൂട്രോൺസിനും സ്പിൻ ഉണ്ട്. പ്രോട്ടോൺ ആയാലും ന്യൂട്രോൺ ആയാലും സ്പിൻ 1/2 ആണ്. ഓക്കെ, ന്യൂക്ലിയസിൽ പ്രോട്ടോൺസും ന്യൂട്രോൺസും ഉള്ളത് കൊണ്ട് എന്താണ് സ്പിൻ ഓഫ് ദ ന്യൂക്ലിയസ് എന്ന് പറയുന്നത്? എന്തായിരിക്കും? ഇവയുടെ രണ്ടിൻ്റെ റിസൾട്ടൻ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പം ന്യൂട്രോണിൻ്റെ ന്യൂക്ലിയസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രോട്ടോണും ഒരു ന്യൂട്രോണും നമുക്കതിൽ കാണാനായിട്ട് സാധിക്കും. അത് കാണും. If the spins of the proton and neutron parallel ആയിട്ട് അലൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതിന് സ്പിന്ന് 1 ആണ്. പക്ഷെ ആൻറ്റി പാരലൽ ആയിട്ടാണ് പ്രോട്ടോണിൻ്റെത് ഒരു ഡയറക്ഷനിലും ന്യൂട്രോണിൻ്റെത് ഒരു ഡയറക്ഷനിലും കിടക്കുന്നതെങ്കിൽ അത് ക്യാൻസലായിട്ട് ന്യൂക്ലിയർ സ്പിന്നിൻ്റെ വാല്യൂ എന്തായിപ്പോവും? 0 ആയിപ്പോവും. അപ്പം നമുക്കറിയാം ന്യൂട്രോണിൻ്റെ സ്പിന്ന് ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. ദിസ് മീൻസ് ദാറ്റ് എന്ത് മീൻ ചെയ്യുന്നു? പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും സ്പിന്നുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പാരലൽ ആയിട്ടാണ്. ഇവിടെ ന്യൂട്രോൺ ആണ്. ന്യൂട്രോണിൻ്റെയും പ്രോട്ടോണിൻ്റെയും സ്പിന്നുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് എന്താണ്? പാരലൽ ആണ്. ഓക്കെ, ആൻഡ് ദ ആംഗുലാർ മൊമെൻറ്റം, സ്പിൻ ആംഗുലാർ മൊമെൻറ്റം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് √I+1 × h/2π. ഓക്കെ, ചില ടെക്സ്റ്റുകളിൽ ഇങ്ങനെയും കാണാറുണ്ട് I+1 h കട്ടിൻ്റെ വാല്യൂ ആണ് h/2π എന്ന് പറയുന്നത്. ഇങ്ങനെയും ചില ടെക്സ്റ്റുകളിൽ കാണാറുണ്ട്. ഓക്കെ, ഈ ഒരു ഇക്വേഷൻ. സോ ഇതിനകത്ത് വരുന്ന ഇക്വേഷനുകളെല്ലാം നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആപ്ലിക്കേഷനാണ്. ക്വാണ്ടം മെക്കാനിക്സിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്ത ഇക്വേഷൻസ് ആണ്. നമുക്ക് ആ ഇക്വേഷൻസ് ഡയറക്റ്റ് ഇവിടെ അപ്ലൈ ചെയ്താൽ മതി, അല്ലാതെ അത് ഡിറൈവ് ചെയ്യുകയൊന്നും വേണ്ട. ഓക്കെ, ക്വാണ്ടം മെക്കാനിക്സിൻ്റെ റിസൾട്ടുകളാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഏതൊക്കെ ന്യൂക്ലിയയ്ക്ക് ഏതൊക്കെ സ്പിൻ ഉണ്ടെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ ഓഫ് കോഴ്സ് നമുക്ക് പാടാണ്. സോ നമ്മൾ ഏതൊക്കെ ന്യൂക്ലിയയാണ് മാഗ്നറ്റിക് ന്യൂക്ലിയൈ, നോൺ മാഗ്നറ്റിക് ന്യൂക്ലിയൈ, ഏതൊക്കെ ന്യൂക്ലിയാണ് NMR ആക്റ്റീവ്, ഇനാക്റ്റീവ് എന്നാണ് നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത്. ഓക്കെ, മാസ് നമ്പർ എന്ന് പറയുന്ന സാധനം എന്താണ്? പ്രോട്ടോണിൻ്റെയും ന്യൂട്രോണിൻ്റെയും സമ്മാണ്. ഓക്കെ, മാസ് നമ്പർ എന്താണ്? പ്രോട്ടോൺ പ്ലസ് ന്യൂട്രോണിൻ്റെ സമ്മാണ്. അത് ഓടാണെങ്കിൽ ന്യൂക്ലിയർ സ്പിൻ എന്ന് പറയുന്ന ഹാഫ് ഇൻ്റഗ്രൽ ആയിരിക്കും. ഓക്കെ,
ഫോർ എക്സാമ്പിൾ ന്യൂക്ലിയ എന്ന് പറയുന്ന ന്യൂക്ലിയ ഓഫ് ഹൈഡ്രജൻ എത്രയാണ് 1/2 ആണ്. നൈട്രജൻ, ഫ്ലൂറിൻ അതിനെല്ലാം 1/2 ആണ് വരുന്നത്. ബോറോൺ എന്താണ് I3/2 ആണ്. ഓക്കെ, അതിൻ്റെ എല്ലാം ന്യൂക്ലിയർ സ്പിന്ന് ഹാഫ് ഇൻ്റഗ്രൽ ആണ് വരുന്നത്. ഇത് ന്യൂക്ലിയർ സ്പിൻ എങ്ങനെ നമുക്കൊരു ന്യൂക്ലിയയുടെ കണ്ടുപിടിക്കാമെന്നുള്ളതാണ്. ഓക്കെ, മാസ് നമ്പർ ഈവനും അറ്റോമിക് നമ്പർ ഓടും ആണെങ്കിൽ ന്യൂക്ലിയർ സ്പിന്ന് ഇൻറ്റഗ്രൽ ആയിരിക്കും. ന്യൂക്ലിയർ സ്പിന്ന് ഓഫ് H12 എന്ന് പറയുന്നത് ഡിറ്റീരിയം ആണ് അത് വരുന്നത്. പിന്നെ നൈട്രജൻ അതെന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ ന്യൂക്ലിയർ സ്പിന്ന് 1 ആണ്. മാസ് നമ്പർ ഈവന് അറ്റോമിക് നമ്പർ ഓട്. ബോറോൺ 510 എന്ന് പറയുന്നതിൻ്റെ 3 ആണ്. ഓക്കെ, ബോറോൺ 11 ആണ് നമ്മൾ I3/2 പറഞ്ഞു. ബോറോൺ 10 എന്താണ്, അതിൻ്റെ ഐസോട്ടോപ്പിൻ്റെ എന്താണ് 3 ആണ്. ഓക്കെ, ഇനി നമ്മൾ മാസ് നമ്പരും അറ്റോമിക് നമ്പരും ഈവൻ ആണെങ്കിൽ നമ്മുടെ ന്യൂക്ലിയർ സ്പിൻ എന്തായിരിക്കും, 0 ആയിരിക്കും. അതിൻ്റെ എക്സാമ്പിൾ ആണ് ഫോർ എക്സാമ്പിൾ ഹീലിയം ന്യൂക്ലിയൈ, കാർബൺ 12. അപ്പോൾ കാർബൺ 12 എന്തുകൊണ്ട് ആക്റ്റീവ് അല്ലാത്തതെന്ന് നമുക്ക് ഫിസിക്കൽ ആസ്പെക്റ്റ് വഴി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂക്ലിയർ സ്പിൻ 0 ആണ്. ഓക്കെ, സോ അവിടെ ട്രാൻസിഷൻസ് ഒന്നും ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് എന്ത് പറ്റുന്നത്, അവിടെ കാർബൺ 12 നമുക്കൊരു പീക്ക് കിട്ടാത്തത്. പക്ഷേ വി വിൽ ഗെറ്റ് എ പീക്ക് ഇൻ കാർബൺ 13, C13 സ്പെക്ട്രം. ഓക്കെ, ഓക്സിജൻ 16 എല്ലാം ന്യൂക്ലിയർ സ്പിൻ എന്താണ്, 0 ആണ്. ഈ ഒരു ഇത് വഴി ഏകദേശം നമുക്ക് ചില ന്യൂക്ലിയകളുടെ എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, ന്യൂക്ലിയർ സ്പിൻ ഏകദേശം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ന്യൂക്ലിയസിന് ഒരു ഇലക്ട്രിക് ചാർജ് ഉള്ളത് കൊണ്ട് സ്പിന്നിങ് ന്യൂക്ലിയസ് എന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് അറൈസ് ചെയ്യുന്നു. ഓക്കെ, വിച്ച് കോയിൻസൈഡ്സ് വിത്ത് ദ ആക്സിസ് ഓഫ് സ്പിന്ന്. സ്പിന്നിങ് ന്യൂക്ലിയസ് ഒരു ടൈനി ബാർ മാഗ്നറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ബിഹേവ് ചെയ്യുന്നു എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത്. ന്യൂക്ലിയസ് ഇലക്ട്രിക് ചാർജ് ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യുന്നു, ഇത് സ്പിൻ ചെയ്യുമ്പോൾ അവിടെ തനതായ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അതിനുണ്ടാവുന്നു. അത് ടൈനി ബാർ മാഗ്നറ്റിനെ പോലെ ന്യൂക്ലിയസ് ബിഹേവ് ചെയ്യുന്നു, സ്പിന്നിങ് ന്യൂക്ലിയസ്. ഓക്കെ, ഇനി I greater than 0 ഉള്ളവർക്ക് മാഗ്നറ്റിക് മൊമെൻ്റ് ഉണ്ടാകും. ഓക്കെ, I=0 ഉള്ളവർക്ക് മാഗ്നറ്റിക് മൊമെൻ്റ് ഇല്ല. അതുകൊണ്ട് അവരെന്തായിരിക്കും, നോൺ മാഗ്നറ്റിക് ആയിരിക്കും. എന്ന് പറഞ്ഞാൽ എന്താണ്, NMR സ്പെക്ട്രം തരില്ല. ഓക്കെ, ഇനി എന്താണ് സ്പിന്ന്, റിസൾട്ടൻറ്റ് സ്പിൻ I ഉള്ള ആളെ, ആ ന്യൂക്ലിയസിനെ നമ്മൾ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, വിച്ച് ഈസ് അപ്ലൈഡ്, മാഗ്നറ്റിക് ഫീൽഡ് BZ ഈസ് അപ്ലൈഡ് അലോങ് Z ഡയറക്ഷൻ. അതിന് 2I+1 ഓറിയൻറ്റേഷൻസ് അതുണ്ടാക്കും. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ, നൈട്രജൻ, ഫ്ലൂറിൻ പോലെ ഉള്ള മോളിക്യൂൾസിന് I എന്ന് പറയുന്നത് 1/2 ആണ്, 1/2 ആണ്. അതിന് 2 ഓറിയൻറ്റേഷൻസ് ഉണ്ടാവും എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ്, എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഹൈഡ്രജൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ് 2I+1. സോ 2 × I എന്താണ്, ഹൈഡ്രജന് 1/2 + 1. ഓക്കെ, സോ ഇറ്റ് വിൽ ബി 2 ആണ്. ഓക്കെ, 2 ഓറിയൻറ്റേഷൻസ് അതിനുണ്ടാവും. എന്താണ്, എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ച് കഴിയുമ്പോൾ. അപ്പോൾ നോർമലി ആബ്സൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡിൽ രണ്ടും എന്തായിരിക്കും, 2 സ്പിൻ സ്റ്റേറ്റുകളും ഡീജനറേറ്റ് ആയിരിക്കും. ദാറ്റ് മീൻസ് ദേ ഹാവ് സെയിം എനർജി. ബട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അവരെന്ത് ചെയ്യും, സ്പ്ലിറ്റ് ചെയ്യുന്നു. BZ എന്ന് പറഞ്ഞ മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, ദേ വിൽ സ്പ്ലിറ്റ് ഇൻറ്റു 2. ഓക്കെ, അപ്പോൾ ഒന്ന് എന്ത് ചെയ്യുന്നു, +12 ആൻഡ് -12 ആയിട്ട് അവർ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇവർക്ക് എന്തുണ്ടാവുന്നു, 2 എനർജി, ഈ -12ഉം ഈ +12ഉം ഉണ്ടാവുന്നു. ഇവർ തമ്മിലുള്ള എനർജിയുടെ ഡിഫറൻസ് ആണ് ΔE എന്ന് പറയുന്നത്. എപ്പോഴാണോ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റേഡിയോ ഫ്രീക്വൻസി ഈ ഒരു എനർജി ഗ്യാപ്പിനോട് ഈക്വൽ ആകുന്നത്, അപ്പോഴാണ് ഈ സിസ്റ്റം റെസണൻസിൽ എത്തുന്നത്. ആ റെസണൻസിൽ എത്തിക്കഴിയുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്കൊരു സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണ് NMR വർക്ക് ചെയ്യുന്നത്. സോ ആ ഒരു കൺസെപ്റ്റാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഒരു റിസൾട്ടിങ് സ്പിന്ന്, ഒരു ന്യൂക്ലിയസിന് ഒരു റിസൾട്ടിങ് സ്പിൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിനൊരു മാഗ്നറ്റിക് മൊമെൻറ്റ് കാണും. μ എന്ന് പറയുന്ന മാഗ്നറ്റിക് മൊമെൻറ്റ് കാണും.
So energy is related to magnetic moment, and Bz, applied magnetic field in the z direction, is related to related by the equation E is equal to minus Gn mu n Bz Iz. G എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, ന്യൂക്ലിയർ ജി ഫാക്ടർ അല്ലെങ്കിൽ ന്യൂക്ലിയർ സ്പ്ലിറ്റിംഗ് ഫാക്ടർ ആണ്. മ്യൂ എൻ ന്യൂക്ലിയർ മാഗ്നറ്റോൺ ആണ്. Iz എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ സ്പിൻ കോണ്ടന്റ് നമ്പർ ആണ്. ഓക്കെ, അപ്പം ഇവിടെ എന്ന് പറഞ്ഞാൽ പ്രോട്ടോണിന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ Izന് ഏതൊക്കെ വാല്യൂ ഉണ്ട്, പ്ലസ് ഹാഫും ഉണ്ട്. Izന് ഏതൊക്കെ വാല്യൂ ഉണ്ട്, പ്ലസ് ഹാഫും ഉണ്ട്, മൈനസ് ഹാഫും ഉണ്ട്. ഓക്കെ, അത് എവിടെ നിന്ന് കിട്ടി, 2i+1 എന്ന് പറയുന്ന ഫോർമുലയിൽ നിന്ന് കിട്ടി. ഓക്കെ, ആ Izൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് Iz ഈക്വൽ ടു ഹാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ട്, ഈ ഹാഫ് ഉണ്ട്. Iz മൈനസ് ഹാഫിനോ ഈ മൈനസ് ഹാഫ് എന്ന് പറയുന്ന എനർജി ഉണ്ട്. സോ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും, ഈ ഇക്വേഷനിൽ Izൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. സോ ഈ ഹാഫ് എന്ന് പറയുന്നതിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഈ ഹാഫ് എന്ന് പറയുന്ന എനർജിയുടെ വാല്യൂ എന്തായിരിക്കും, -1/2 Gn mu n Bz ആയിരിക്കും. ഈ മൈനസ് ഹാഫിൻ്റെയോ വിച്ച് വിൽ ബി ഈക്വൽ ടു E ഈക്വൽ ടു Gn mu n 1/2 Gn mu n Bz ആയിരിക്കും. ഓക്കെ, ആൻഡ് അതിൻ്റെ ഡെൽറ്റ ഇ എന്നാണ് നമ്മളിങ്ങനെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സോ അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. Iz ഈക്വൽ ടു പ്ലസ് ഹാഫ്, എനർജി ഇ ഹാഫ് എന്ന് പറയുന്നത് മൈനസ് Gn mu n Bz ആയിരിക്കും. ഈ Ez ഈക്വൽ ടു മൈനസ് ഹാഫിന് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും അതിൻ്റെ വാല്യൂ വരുന്നത്. ഓക്കെ, കാരണം അതിന് -1/2 ഓൾറെഡി മൈനസ് ഉള്ളതുകൊണ്ടാണ്. സോ Ez പ്ലസ് ഹാഫ് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തിനെയാണ്, അപ്ലൈഡ് ഫീൽഡിന് പാരലൽ ആയിട്ടാണ് ഈ സ്പിന്നുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മൈനസ് ഹാഫ് റെപ്രസെൻ്റ് ചെയ്യുന്ന എന്തിനാണ്, അപ്ലൈഡ് ഫീൽഡിന് ആൻറ്റി പാരലൽ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ ഈ സ്പിന്നുകൾ കിടക്കുന്നതെന്നാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഹയർ എനർജി സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ വരച്ചില്ലേ ഇതുപോലെ, എന്താണ്, ഇതാണ് മൈനസ് ഹാഫ് എനർജി സ്റ്റേറ്റ്, ഇതാണ് പ്ലസ് ഹാഫ് എനർജി സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത നോക്കി, ഇൻ ദ ആബ്സെൻസ് ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് 2 components of this proton spin will have same energy, that is they are degenerate, but in the presence of magnetic field the components have different energy. എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പ്ലസ് ഹാഫും ഈ മൈനസ് ഹാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ് ഡീജനറസി ഓഫ് സ്പിൻ കമ്പോണൻസിന് ഉണ്ടായിരുന്ന ഡീജനറസി എന്ന് പറഞ്ഞാൽ സെയിം എനർജി സ്പിൻ കമ്പോണൻസിന് ഉണ്ടായിരുന്നു. അതെന്ത് ചെയ്യുന്നു, മാഗ്നറ്റിക് ഫീൽഡ് അത് റിമൂവ് ചെയ്യുന്നു. ആൻഡ് ഇൻ ദ presence of magnetic field this splitting is occurring, that is why it is known as Zeeman splitting. അതുകൊണ്ടാണ് നമ്മൾ ഇവരെ എന്തെന്ന് പറയുന്നത്, Zeeman splitting എന്ന് പറയുന്നത്. ഓക്കെ, ആ എനർജി ഡിഫറൻസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ഹയർ എനർജി സ്റ്റേറ്റിലെ എനർജി മൈനസ് ലോവർ എനർജി സ്റ്റേറ്റിൻ്റെ എനർജി എന്ത് ചെയ്യണം, ഡിഫറൻസ് എടുക്കണം. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഇ എന്ന് പറയുന്നത് Gn mu n Bz എന്ന് പറഞ്ഞൊരു വാല്യൂ നമുക്ക് കിട്ടും. ആൻഡ് വി നോ ദാറ്റ് ഇത് ഡെൽറ്റ ഇ ഈക്വൽ ടു എച്ച് ന്യൂ എന്ന് പറയുന്ന ഇത് നമുക്ക് നേരത്തെ അറിയാമല്ലോ. സോ വി ക്യാൻ ഫൈൻഡ് മ്യൂ ബൈ പുട്ടിംഗ് ദ വാല്യൂ ഓഫ് ഡെൽറ്റ ഇ ആൻഡ് എച്ച്. മ്യൂ എന്ന് പറയുന്ന ഡെൽറ്റ ഇ ബൈ എച്ച് എന്ന് പറയുന്നൊരു വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ നോക്കിയേ, നോ ഫീൽഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് രണ്ടും സെയിം എനർജിയിൽ കിടക്കുന്നു. ബട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് വിൽ സ്പ്ലിറ്റ് ഇൻ ടു 2. അതാണ് ഈ കാണിച്ചേക്കുന്നത്. Iz ഈക്വൽ ടു മൈനസ് ഹാഫ് വിച്ച് ഈസ് ആൻറ്റി പാരലലി അറേഞ്ച്ഡ്, Iz ഈക്വൽ ടു പ്ലസ് ഹാഫ് വിച്ച് ഈസ് പാരലലി അറേഞ്ച്ഡ് വിത്ത് ദ അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡ്, ആൻഡ് ദ എനർജി കറസ്പോണ്ടിങ് ടു 2 സ്പിൻ സ്റ്റേറ്റ്സ് ആർ മെൻഷൻഡ് ഹിയർ. ഓക്കെ, ദ ഡെൽറ്റ ഇ ഈസ് ദ എനർജി difference of energy between upper energy state and lower energy state, and delta E is equal to h nu. We know it from the Einstein equation. Okay, അതാണ് നമ്മൾ കണ്ടത്. സോ എന്താണ്, ഇവിടെയാണ് ഈ ഡെൽറ്റ ഇയോട് ഈക്വൽ ആയിട്ട് ഒരു ഫ്രീക്വൻസി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, റേഡിയോ ഫ്രീക്വൻസിയാണ് നമ്മൾ NMRന് ഇരിക്കുന്നത്. ഡെൽറ്റ ഇയോട് ഈക്വൽ ആയിട്ട് എന്താണ് ഫ്രീക്വൻസി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ, റേഡിയോ ഫ്രീക്വൻസി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു പീക്ക് കിട്ടുന്നു. ഓക്കെ ഓക്കെ, ആൻഡ് ആ മ്യൂ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനാണ് ഡെൽറ്റ ഇ ബൈ എച്ച്. ഡെൽറ്റ ഇയുടെ വാല്യൂ നമുക്കുണ്ട് Gn mu n Bz വിച്ച് ബൈ എച്ച്. ഓക്കെ, ഇതിനെയാണ്, ഈ ഫ്രീക്വൻസിയാണ് നമ്മൾ NMR ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ ഇക്വേഷനെയാണ് നമ്മൾ ബോർ ഐൻസ്റ്റീൻ ഇക്വേഷൻ എന്ന് പറയുന്നത്. ആൻഡ് NMR ഫ്രീക്വൻസി നമുക്കറിയാം റേഡിയോ വേവ് റീജിയനിലാണ്
കാണപ്പെടുന്നത്. ഓക്കെ, ബോർ ഐൻസ്റ്റീൻ ഇക്വേഷനിൽ നമ്മൾ കണ്ടു ന്യൂ എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ബി സെഡ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് NMR രണ്ട് രീതിയിൽ റെക്കോർഡ് ചെയ്യാം. ഓക്കെ, എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിനെ കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ട് ഫ്രീക്വൻസിയെ വേരി ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്രീക്വൻസിയെ ഫിക്സ് ചെയ്തുകൊണ്ട് മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്യുന്നു. നമ്മൾ മോഡേൺ സ്പെക്ട്രോമീറ്റേഴ്സിൽ ഇപ്പോൾ കാണാറ് ഫ്രീക്വൻസിയെ ഫിക്സ് ചെയ്യും, റേഡിയോ ഫ്രീക്വൻസിയെ ഫിക്സ് ചെയ്തിട്ട് മാഗ്നറ്റിക് ഫീൽഡ് വേരി ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ സ്പെക്ട്രം റെക്കോർഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്താണ്, മാഗ്നറ്റിക് മൊമെൻറ്റ് ഇല്ലാത്ത ന്യൂക്ലിയൈകളെയാണ് നമ്മൾ നോൺ മാഗ്നറ്റിക് ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. അവരെന്ത് തരില്ല, കാരണം മാഗ്നറ്റിക് മൊമെൻറ്റ് ഇല്ലാത്തത് കൊണ്ട് അവിടെ എന്തായിരിക്കും, എനർജി ലെവൽസ് എക്സിസ്റ്റ് ചെയ്യത്തില്ല. എന്ന് പറഞ്ഞാൽ ഇങ്ങനൊരു സെപ്പറേഷൻ വരില്ല. ഓക്കെ, സോ അതുകൊണ്ട് അവർ NMR സ്പെക്ട്രം കാണിക്കില്ല. മാഗ്നറ്റിക് ന്യൂക്ലിയൈ എന്ന് പറഞ്ഞാൽ എന്താണ്, വിച്ച് ഹാവ് എ മാഗ്നറ്റിക് മൊമെൻറ്റ് ആൻഡ് ഡു ദ എനർജി ലെവൽസ് ഡു എക്സിസ്റ്റ്. സോ ആ ന്യൂക്ലിയകളെല്ലാം എന്ത് കാണിക്കും, NMR സ്പെക്ട്രം കാണിക്കുന്നതായിട്ട് കാണാം. ഓക്കെ, സോ ഇത് കുറച്ച് ന്യൂക്ലിയകളുടെ സ്പിന്നാണ്, സ്പിൻ വാല്യൂസ് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇതിനകത്തുനിന്ന് നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, ന്യൂക്ലിയർ സ്പിൻ ആംഗുലാർ മൊമെൻറ്റം എന്ന് പ്രോട്ടോണിൻ്റെ കണ്ടുപിടിക്കാൻ. ഓക്കെ, ന്യൂക്ലിയർ സ്പിൻ ഗിവൺ ദാറ്റ് I എന്ന് പറയുന്നത് എന്താണ്, ഹാഫ് എന്ന വാല്യൂ തന്നിട്ടുണ്ട്. ന്യൂക്ലിയർ സ്പിൻ മാഗ്നറ്റിക് മൊമെൻറ്റം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, √I × I + 1 h/2π. സോ ഹിയർ വി ഹാവ് ദ വാല്യൂ ഓഫ് I, h ഈസ് ദ പ്ലാങ്ക്സ് കോൺസ്റ്റൻറ്റ്, എല്ലാത്തിൻ്റെ വാല്യൂ നമുക്ക് ഉണ്ട്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് കാൽക്കുലേറ്റ് ദ NMR ഫ്രീക്വൻസി. ഫ്രീക്വൻസി എന്നുള്ള NMR ഫ്രീക്വൻസി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇക്വേഷൻ ഉണ്ട്. സോ ഈ ഇക്വേഷനുകളെല്ലാം അറിഞ്ഞിരിക്കണം. ഓക്കെ, ന്യൂ ഈക്വൽ ടു ΔE/h. ΔEയുടെ വാല്യൂ നമുക്ക് ഇക്വേഷൻ നമുക്കുണ്ട് GN, μn, BZ. ഓക്കെ, വി ഹാവ് ദ വാല്യൂ GN, we have the value of μn, and they have given the value of BZ 1.4092 ടെസ്ല എന്ന് പറയുന്നത് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡ്, അപ്ലൈഡ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിക്കുക. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ 5, എക്സാമ്പിൾ 6, ദെൻ അവർ സെൽഫ് സ്റ്റഡി പ്രോബ്ലംസ് 2 തന്നിട്ടുണ്ട്. അത് എന്ത് ചെയ്യുക, ചെയ്ത് നോക്കുക. ഇതേ പാറ്റേണിൽ തന്നെയുള്ള ഇതാണ്. അവിടെ ചിലപ്പോൾ സ്പിൻ വാല്യൂ ആയിരിക്കും, നമുക്ക് I വാല്യൂ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും തന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലാർമർ പ്രിസിഷൻ എന്ന് പറയുന്ന ഒരു ഫെനോമിനാണ്. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫെനോമിനാണ് ലാർമർ പ്രിസിഷൻ എന്ന് പറയുന്നത്.